ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി മേഖലയിൽ ഒരു സഹകരണ ബാങ്കിന് എന്തെല്ലാം ചെയ്യാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കാസ്കോ 163. കാർഷികോൽപ്പന്നങ്ങൾക്ക് മികച്ച വില നൽകി കാസ്കോ അവ സംഭരിച്ച് വിവിധ പ്രോസസ്സുകൾ നടത്തി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. പച്ച വെളിച്ചെണ്ണ എന്ന പേരിൽ കാസ്കോ 163 ബ്രാൻഡ് വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുന്നു. എറണാകുളം പിറവം തിരുമാറാടി പഞ്ചായത്തിലെ കാക്കൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലാണ് കാസ്കോ 163 ഭക്ഷ്യ സംസ്കരണ ഫാക്ടറി പ്രവർത്തിക്കുന്നത്. സംഭരിച്ച ഉൽപ്പന്നങ്ങൾ അത്യാധുനിക രീതിയിൽ ശീതീകരിച്ചും ഉണക്കിയും ഗൾഫ്, ഓസ്ട്രേലിയ, UK, നെതർലൻഡ് എന്നീ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. വെളിച്ചെണ്ണ വിതരണവും വിദേശ കയറ്റുമതിയും ഇടനിലക്കാരുടെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. പ്രാഥമിക സഹകരണ സംഘമെന്ന നിലയിൽ ഒതുങ്ങിക്കൂടാതെ തരിശുഭൂമിയിൽ നെൽകൃഷി ഇറക്കിയും പഴം പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചും കാക്കൂർ സഹകരണ ബാങ്ക് കൃഷിരംഗത്ത് മുദ്ര പതിപ്പിച്ചിരിക്കുന്നു. ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് പദവിയുള്ള ബാങ്ക് 100 വർഷം പിന്നിട്ട വേളയിലാണ് കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു സംഭരണ മൂല്യവർദ്ധിത കേന്ദ്രം രൂപീകരിക്കാൻ തീരുമാനിച്ചതെന്ന് ബാങ്ക് പ്രസിഡന്റും കാസ്കോ 163 കമ്പനിയുടെ ചെയർമാനുമായ അനിൽ ചെറിയാൻ പറഞ്ഞു. ഓഫീസ് പോലും നമ്മൾ എന്തിനാണ് ഇത്ര വലിയ ഓഫീസിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സും ഇവിടെ വരുന്ന ഗ്രൂപ്പും അത്തരത്തിലുള്ളതാണ്. അപ്പം അവരൊന്നിരിക്കാനും സംസാരിക്കാനും അവർക്കൊരു സംവിധാനം ഉണ്ടാകുമ്പോഴാണ് അവർ നമ്മുടെ ബാങ്കിനെ, നമ്മുടെ സ്ഥാപനത്തിനെ കൊണ്ട് ഇപ്പോൾ 10,000 കിലോ സാധനം തന്നെന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ട് അത് കഴിയുമെന്ന് അവർക്കും കൂടെ തോന്നണം. അവർ വലിയ എക്സ്പോർട്ടർമാരാണ്. അപ്പോൾ അത് ഓഫീസ് ഫർണിഷിങ്, അതിൻ്റെ ഫങ്ഷനിങ്, ഇതൊക്കെ അവർ ശ്രദ്ധിക്കും. ഇവരെ കൊണ്ട് കഴിയുമോ? ഇപ്പോൾ കൺസ്യൂമർ ഫെഡ് നമ്മളോട് 15,000 കിലോ വെളിച്ചെണ്ണ തരാൻ ഓർഡർ ആവും. അപ്പോൾ അവരിവിടെ വന്ന് നോക്കുമ്പോൾ ഇതിവിടെ എങ്കിലും ഇവരുണ്ടാക്കില്ലെന്ന് തോന്നിയാൽ അവർ ഓർഡർ ചെയ്യും. അത് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അവർക്ക് എന്ത് സാധനം വേണമെങ്കിലും ഹൈജീനിക്കായി നമുക്കിവിടെ സൂക്ഷിക്കാം. സൂക്ഷിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ആവശ്യമുള്ള പുറത്തെടുത്തിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പാറ്റേൺ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ കർഷക ഗ്രൂപ്പുകൾ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഈ സാധനത്തിനകത്ത്, ഈ പ്രൊഡക്റ്റിനകത്ത് കുറേ പ്രൊഡക്റ്റ് തിരുമാറാടി ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ പ്രോമിസ് എന്ന അവരുടെ ബ്രാൻഡ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റേറ്റിലെ ഏറ്റവും നല്ല കൃഷിക്കൂട്ടത്തിനുള്ള അവാർഡ് കിട്ടിയ ഗ്രൂപ്പാണ്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് റാഗി പൊട്ടുകൂടിയാണെങ്കിലും അതും നമ്മുടെ സപ്ലൈ ചെയിനിൽ ഉൾപ്പെടുത്തും. തിരുമാറാടി ഫാർമർ പ്രൊഡ്യൂസർ FPO ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നന്നായി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ FPO എന്ന് പറയുന്നത്, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. അതുകൂടാതെ ഇപ്പോൾ മലർവാടി എന്ന് പറഞ്ഞിട്ടൊരു ഫാർമർ പ്രൊഡ്യൂസർ സൊസൈറ്റി നമ്മൾ രൂപീകരിച്ചു വരും. അതിനകത്ത് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഈ അസംസ്കൃത വസ്തുക്കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി തന്നെ. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ കപ്ലങ്ങ വേണം. ഒരു സമയത്ത് നമ്മളിവിടെ അന്വേഷിച്ച് നടന്നാൽ ചിലപ്പോൾ ഒരു 10 കിലോ 5 കിലോ കിട്ടും. അപ്പോൾ നമുക്കത് ബൾക്കായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കൃഷി ചെയ്യാം. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് പുതിയ കൃഷി രീതികളിലേക്ക് വരുന്നു. അന്വേഷിച്ച് നടന്നാൽ ചിലപ്പോൾ കിട്ടിയില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു ഫാർമർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ടത് ചെയ്യിക്കാം. ആ പേര് തന്നെ അത് സ്വതന്ത്ര സംഘമാണ്. പക്ഷെ അത് കോപ്പറേറ്റീവ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തേക്കുന്നതാണ്. അതിനകത്ത് 300 അംഗങ്ങളാണ്. ഈ ബ്ലോക്കാണ് അതിൻ്റെ പ്രവർത്തന പരിധി. ഇപ്പോൾ ബാങ്കിന് പഞ്ചായത്തേ ഉള്ളൂ, പക്ഷെ ഇതിൻ്റെ പ്രവർത്തന പരിധി ബ്ലോക്കാണ്. കൃഷി വകുപ്പിന്റെ സഹായത്തോടെ ബാങ്ക് ഒലിയപ്പുറത്ത് എണ്ണ ഉൽപാദന കേന്ദ്രം ആരംഭിച്ച് കാസ്കോ 163 എന്ന ബ്രാൻഡിങ്ങിൽ പച്ച വെളിച്ചെണ്ണ കൂത്താട്ടുകുളം, തിരുമാറാടി, കാക്കൂർ എന്നിവിടങ്ങളിൽ വിൽപ്പന നടത്തിയിരുന്നു. ഈ സംരംഭത്തിന്റെ ചുവട് പിടിച്ചാണ് നബാർഡിന്റെ കാർഷിക അടിസ്ഥാന ഫണ്ട്, കേരള ബാങ്ക്, സഹകരണ ബാങ്കിന്റെ ഓണഫണ്ട് എന്നിവ സമാഹരിച്ച് 8 കോടി രൂപ മുതൽ മുടക്കിലാണ് കാസ്കോ 163 കമ്പനി പൂർത്തിയാക്കിയത്. 2022 തറക്കല്ലിട്ട പദ്ധതി 2023 ജനുവരി 26 ഉദ്ഘാടനം ചെയ്തു. 2 വർഷം കൊണ്ട് തന്നെ 6 കോടി രൂപയുടെ വ്യാപാരം നടത്തി. ദിനം പ്രതി 5 മുതൽ 6 ടൺ കൊപ്ര സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് കമ്പനിക്കുള്ളത്. തദ്ദേശീയമായി കൊപ്ര സംഭരിക്കുകയും തികയാതെ വരുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്നു. ഫാക്ടറിയിലെത്തുന്ന കൊപ്രയുടെ ഗുണനിലവാരം ലാബിൽ പരിശോധിക്കും. ഇതിനുശേഷം വീണ്ടും ഡ്രയറിൽ കൊപ്ര ഉണക്കും. വീണ്ടും ഗുണനിലവാരം പരിശോധിച്ച ശേഷമാണ് കൊപ്ര ആട്ടുന്നതിനായി ചെറു കഷ്ണങ്ങളാക്കി മാറ്റുന്നത്. 2 എക്സ്പെല്ലറുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 10,000 ലിറ്റർ വെളിച്ചെണ്ണ സംഭരിക്കുന്നതിനുള്ള ടാങ്ക് ഫാക്ടറിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അത്യാധുനിക മെഷീനുകളുടെ സഹായത്തോടെ മൊത്തം യന്ത്രവൽകൃത സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ ഫാക്ടറിയിൽ ജീവനക്കാരുടെ എണ്ണം കുറവാണ്. വെളിച്ചെണ്ണ പ്ലാന്റിലും പഴം പച്ചക്കറി സംഭരണ യൂണിറ്റിലുമായി മൊത്തം 40ഓളം ജീവനക്കാരാണുള്ളത്. ടപ്പിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കപ്പ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷിക്കാർ കൃഷി ചെയ്യുന്ന കപ്പ നമ്മൾ കൃഷിക്കാരിൽ നിന്നാണ് സമാഹരിക്കുന്നത്. കൃഷിക്കാരിൽ നിന്ന് ഇത് സമാഹരിച്ച്
ഓരോ രാജ്യത്തേക്കും അവരുടേതായ സൈസിൽ ഇപ്പോൾ നമ്മൾ കുത്തിനുറുക്ക് എന്ന് നാട്ടിൽ പറയുന്ന ഒരു രൂപത്തിലാണ് ഇതിപ്പോൾ സ്ലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്ത് വെച്ച് തൊണ്ട് പൊളിച്ച് ക്ലീൻ ചെയ്ത് ഇതിനകത്തേക്ക് കയറ്റും. പിന്നെ സ്ലൈസിങ് പ്രോസസ്സാണ് നടക്കുന്നത്. സ്ലൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള വേരുകളും എന്തെങ്കിലും കറുത്ത പാടുകളോ മറ്റും ഉണ്ടെങ്കിൽ അതും കൂടി നീക്കം ചെയ്ത് കഴുകി വൃത്തിയാക്കി പാക്ക് ചെയ്യും. അങ്ങനെ ഉള്ള പാക്കാണ് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ സീസണലായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ തനത് രുചിക്കൂട്ടുകൾ വിദേശ രാജ്യങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഇലയട ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുമ്പിളപ്പം നിർമ്മിക്കുന്നുണ്ട്. അതേപോലെ മാങ്ങ ഉള്ള സീസണിൽ മാങ്ങയുടെ കട്ടുണ്ട്. അങ്കമാലി മാങ്ങ കറിയുണ്ട്. അതുപോലെ സാമ്പാറിൻ്റെ പച്ചക്കറിയുടെ കൂട്ട്, അവിയലിൻ്റെ കൂട്ട്. ഓണ സീസൺ ആകുമ്പോഴത്തേക്കും ഓണസദ്യക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുന്ന കയറി കഴിഞ്ഞിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് ഓണത്തോടനുബന്ധിച്ച് എത്താൻ പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് 71 ഇനം ഭക്ഷ്യവസ്തുക്കൾ, നമ്മുടെ നാടൻ വിഭവങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് കാസ്കോ 163ൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണക്കുന്നതിനും ശീതീകരിക്കുന്നതിനുമുള്ള സംവിധാനം കാസ്കോയിലെ ഭക്ഷ്യ സംസ്കരണശാലയിലുണ്ട്. കപ്പ, ചക്ക, ചക്കപ്പഴം പൾപ്പ്, പച്ചക്കറികൾ, കൂർക്ക, ഉള്ളി, വെളുത്തുള്ളി, സവോള, സാമ്പാർ, അവിയൽ കൂട്ടുകൾ, ഇലയട, കുമ്പിളപ്പം, കൊഴുക്കട്ട, ഇടിയപ്പം, പുട്ടും കടലക്കറിയും, പായസം, ഓണസദ്യ തുടങ്ങി 71 ഇനങ്ങൾ ഇവിടെ സംഭരിക്കുന്നു. 0-ൽ നിന്ന് -40°C അത് പിന്നീട് -18°C എത്തിച്ചാണ് ശീതീകരിച്ച ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നത്. കപ്പയും ചക്കയും പലഹാരങ്ങളും സ്വാഭാവിക രുചിയിൽ ഇപ്രകാരം ശീതീകരിക്കുന്നു. കപ്പ, ചക്ക, പാവയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സ്വാഭാവിക തനിമ നഷ്ടപ്പെടാതെ ഡ്രയറിൽ ഉണക്കി സൂക്ഷിക്കുന്നു. ബൃഹത്തായ ശീതീകരണയും ഡ്രയറുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തദ്ദേശീയമായി നൽകുന്ന ഉൽപ്പന്നങ്ങൾ മികച്ച വില നൽകിയാണ് സംഭരിക്കുന്നത്.